ഹായ്, ഐ എം ആഡിൻ സ്വീറ്റി, 8th ബെസ്റ്റ് ഓഫ് CCP. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് യൂറിനറി സിസ്റ്റം ആണ്. യൂറിനറി സിസ്റ്റം എന്ന് പറയുമ്പോൾ റീനൽ സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ക്രിയേറ്ററി സിസ്റ്റം എന്നും പറയും. എക്സ്ക്രിയേറ്ററി സിസ്റ്റത്തിൽ 4 പാർട്സ് ഉണ്ട്: പെയർസ് ഓഫ് കിഡ്നി, യൂറേറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറേത്ര. കിഡ്നി എന്ന് പറയുമ്പോൾ ഒരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. കിഡ്നി വന്നിട്ട് ഒരു റിട്രോ പെരിട്ടോണിയൽ ഓർഗൻ ആണ്. കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡിലുള്ള എക്സസ് ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്ട്സിനെയും സോൾട്ടിനെയും റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ അടുത്ത പോർഷൻ ആണ് യൂറേറ്റർ. യൂറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. ഇത് വന്നിട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ 25 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. യൂറേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കിഡ്നിയിലുള്ള യൂറിനെ യൂറേറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പാർട്ടാണ് യൂറിനറി ബ്ലാഡർ. ബ്ലാഡർ എന്ന് പറയുമ്പോൾ ഒരു ഹോളോ മസ്കുലർ ഓർഗൻ ആണ്, റിസർവോയർ ഓഫ് യൂറിൻ. കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 200 ml to 300 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതേ MG ബ്ലാഡർ ആണെങ്കിൽ 4 സൈഡ് പിരമിഡ് ഷേപ്പായിട്ടും, അതേ ഡിസ്റ്റൻ്റ് ആണെങ്കിൽ ഓവോയിഡ് ഷേപ്പായിട്ടായിരിക്കും യൂറിനറി ബ്ലാഡർ ഉണ്ടാവുക. പിന്നെ യൂറിനറി ബ്ലാഡറാണ് യൂറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് യൂറേത്ര. യൂറേത്ര എന്ന് പറയുമ്പോൾ യൂറിനറി ബ്ലാഡറിലുള്ള യൂറിനെ യൂറേത്ര വഴിയാണ് വോയിഡൻ ചെയ്യുന്നത്. യൂറേത്ര വന്നിട്ട് ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫീമെയിൽസിലാണെങ്കിൽ 3.75 to 4 സെൻറ്റിമീറ്ററും, അതേ മെയിൽസിലാണെങ്കിൽ 18 to 20 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. താങ്ക് യു.